ഡേ 3 നമ്മൾ കടന്നേക്കാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഒരാൾക്ക് ഒരേ സമയം സ്പിരിച്വലും അതുപോലെ തന്നെ വേൾഡ്ലി ആവാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ തന്നെ ലൈഫ് നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഓരോ സമയത്തും ചില സമയത്ത് ഭയങ്കര വേൾഡ്ലി കാര്യങ്ങൾ കൂടുതലായിരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും സ്പിരിച്വൽ സൈഡ് ഒബ്വിയസ്ലി കുറച്ച് വീക്കായിരിക്കും. അതേസമയം നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവുന്ന സമയത്ത് നമുക്ക് വേൾഡ്ലി കാര്യങ്ങളോടുള്ളൊരു വിരക്തിയും ഉണ്ടാവും അല്ലേ. അപ്പോൾ കാരണം നമ്മളെല്ലാവരും ഇറ്റേണിറ്റിയിലോട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. ഇറ്റേണിറ്റിയാണ് നമ്മുടെ ഫോക്കസ്, പ്രൈം ഫോക്കസ്. തമ്പുരാൻ്റെ കൂടെ നമ്മൾ ഈ വേൾഡിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യാനും നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കുറേ ആൾക്കാരെ തമ്പുരാന് വേണ്ടി നേടിയെടുക്കാനും ഉണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേൾഡായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല. അതിപ്പോൾ ഏതൊരു ദൈവവിളിയിലുള്ള ഒരാളായാലും അതെ, ഇപ്പോൾ വൈദികനായാലും സിസ്റ്ററായാലും സന്യസ്തനായാലും അൽമായരായാലും ആരായാലും അവർക്ക് ദൈവം തന്നിട്ടുള്ള ദൈവവിളിക്കനുസരിച്ചുള്ള അവരായിരിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവരായിരിക്കുന്ന കുടുംബം, അവരായിരിക്കുന്ന ജോലി മേഖല, അതൊക്കെ അവരൊരു സേവന മേഖലയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തം ഒരു രക്ഷയാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഫസ്റ്റ് നമ്മൾ നോക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തായാലും ആത്മാവിനെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് വേൾഡ് കാര്യങ്ങളുടെ പുറകെ പോയാൽ പറ്റില്ല. കാരണം വേൾഡ്ലി എന്ന് പറയുന്നത് തന്നെ ബൈ ഡിഫോൾട്ട് ടെമ്പററി ആണ്. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വേൾഡ്ലി കാര്യങ്ങൾ കൂടുതൽ കടന്നു വരും. കുറേയും കൂടെ എന്താ പറയുക ടെംപ്റ്റേഷൻസ് വരും, അല്ലെങ്കിൽ വേൾഡ്ലി കുറേ ഡിസയേഴ്സ് വരും. അത് പല രീതിയിലാവാം. പണത്തിനോടായിരിക്കാം, മേക്കപ്പിനോടായിരിക്കാം, ആർഭാടങ്ങളോടായിരിക്കാം, സ്ഥാനമാനങ്ങളോടായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് അങ്ങനെ അത് കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സ്പിരിച്വൽ സൈഡ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ അത് ഭയങ്കര കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഇല്ലാണ്ടാവാന്നല്ല, പക്ഷെ അത് വീക്കായിട്ട് വരും. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു ധ്യാനം കൂടി അല്ലെങ്കിൽ എൻ്റെ തുടങ്ങി, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സ്പിരിച്വലി ഭയങ്കര സ്ട്രോങ് ആയി തമ്പുരാൻ്റെ സ്നേഹം ഉള്ളിൽ ഇങ്ങനെ കത്തിച്ച് വലിക്കുന്ന അനുഭവമൊക്കെയുള്ള സമയത്ത് നമുക്ക് വേണ്ട വേൾഡ്ലി കാര്യങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ വേൾഡ്ലി കാര്യങ്ങൾ നമുക്കൊരു ലിമിറ്റ് ഭയങ്കര റെയർലി അത്ര കുറച്ചായിരിക്കും വേൾഡ്ലി ആവുക. അപ്പം നമ്മളിതിങ്ങനെ ഒരു സൈൻ വേവ് പോലെയാണ് ഇങ്ങനെ ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് സ്പിരിച്വാലിറ്റി കൂടുതൽ, വേൾഡ്ലി കുറവ്, കുറച്ച് കഴിയുമ്പോൾ സ്പിരിച്വാലിറ്റി കുറവ്, വേൾഡ്ലി കൂടുതൽ, ഇങ്ങനെ ഒരു ട്രാൻസിഷനാണ് നമ്മുടെ ലൈഫ്. ഈ ട്രാൻസിഷനൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് മുകളിലുള്ളത്. അപ്പോൾ തമ്പുരാനറിയാം നമ്മുടെ ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മൾ വീണ് പോകുമ്പോൾ അപ്പം തന്നെ എനിക്കാന്നുള്ളത്, വീണ് പോകാണ്ട് നോക്കുക, വീണ് പോയാൽ അപ്പം തന്നെ എനിക്ക് തമ്പുരാൻ്റെ അടുത്തേക്ക് ഓടി വരിക. അതായിരിക്കണം നമ്മുടെ ലെൻഡ്. അപ്പോൾ ഡേ 3 എന്താണ്? ലെറ്റ്സ് ബി മോർ സ്പിരിച്വൽ, ലെസ് വേൾഡ്ലി. താങ്ക് യു.